എയ്സാപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിത്വം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലെ വയൽവാരത്ത് വീട്ടിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജനനം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രണ്ടാം ബുദ്ധൻ. നൂറ്റാണ്ടിന്റെ മലയാളി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് വിശേഷിപ്പിച്ചത് മലയാള മനോരമ. ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 1967 ഓഗസ്റ്റ് 21. ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദര സൂചകമായി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967 ഓഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും കൂടിയാണ് ശ്രീനാരായണ ഗുരു. ഏതാണ് ആ വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയാണ്. ഗുരു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യവും എന്താണ്? ശ്രീലങ്ക. ഗുരു 2 തവണയാണ് ശ്രീലങ്കയിൽ പോയിട്ടുള്ളത്. 1918 1926 ശ്രീനാരായണ ഗുരു ശ്രീലങ്കൻ സന്ദർശനം നടത്തിയത്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരേ ഒരു മലയാളി അല്ലെങ്കിൽ ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് 2006. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കല്ലാണ്. നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കല്ലാണ് ശ്രീനാരായണ ഗുരു ശിവനായി പ്രതിഷ്ഠിച്ചത്. ഈ സമയത്ത് ശ്രീനാരായണ ഗുരു പറയുന്ന ഒരു വാചകമുണ്ട്: ഞാൻ ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. എന്താ പറഞ്ഞത്? ഞാൻ ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അരിപുറം ക്ഷേത്ര ഭിത്തിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വാചകം: ജാതിഭേദം മതോദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരന്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ജാതിയില്ല, മതമില്ല, എല്ലാവർക്കും ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അരുവിപ്പുറം ക്ഷേത്രം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുപോലെ 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചു. അരുവിപ്പുറം ക്ഷേത്രത്തിൽ വരുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് അരുവിപ്പുറം ക്ഷേത്ര യോഗം. ഈ അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന് തന്നെയാണ് പിന്നീട് ഏത് പേരിൽ അറിയപ്പെട്ടത്? വാവൂട്ട് യോഗം. വാവൂട്ട് യോഗം എന്ന പേരിൽ അറിയപ്പെട്ടു. വാവൂട്ട് യോഗം പിന്നീട് 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേരിലേക്ക് മാറി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP. SNDPയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? വാവൂട്ട് യോഗം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ മുൻഗാമി എന്ന് പറയുന്നത് വാവൂട്ട് യോഗം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ P. പൽപ്പു. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ഈ വിവേകോദയം ആരംഭിച്ചത് 1904 വിവേകോദയം ആരംഭിക്കുന്നത്. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ M. ഗോവിന്ദൻ. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ M. ഗോവിന്ദനാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയം.
ഈഴവ ഗസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വിവേകോദയം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. വിവേകോദയത്തിന്റെ സ്ഥാപകനാരാ എന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഇയറുകളാണ് ഇനി നമ്മൾ പറയുന്നത്. 1881 അഞ്ചുതെങ്ങിൽ ഒരു വിദ്യാലയം സ്ഥാപിച്ചു. 1881 അഞ്ചുതെങ്ങിൽ ഒരു വിദ്യാലയം സ്ഥാപിച്ചു. ഓരോ ക്ഷേത്രത്തോടൊപ്പവും ഒരു വിദ്യാലയം വേണം എന്നു പറഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ശ്രീ നാരായണ ഗുരു. 1882 ചട്ടമ്പി സ്വാമിയും ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. 1882 ചട്ടമ്പി സ്വാമിയും ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. 1891 കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നു കായിക്കര വെച്ച്. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിൽ കണ്ടുമുട്ടുന്നത് കായിക്കര വെച്ച്. 1895 പൽപ്പുവിനെ ഗുരു കണ്ടുമുട്ടുന്നത് ബാംഗ്ലൂര് വെച്ച്. പൽപ്പുവിനെ ഗുരു കാണുന്നത് ബാംഗ്ലൂര് വെച്ചാണ്. 1912 അയ്യങ്കാളിയും ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നു. 1912 അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ബാലരാമപുരത്ത് വെച്ച്. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് ബാലരാമപുരത്ത് വെച്ച്. 1914 വാഗ്ഭടാനന്ദനെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്നത് ആലുവയിൽ വെച്ച്. ആലുവയിൽ വെച്ചാണ് വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും 1914 കണ്ടുമുട്ടുന്നത്. 1916 രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത് തിരുവണ്ണാമല. 1916 ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടിയത് തിരുവണ്ണാമലയിൽ വെച്ച്. ശ്രീനാരായണ ഗുരു നേരിട്ട് പോയി കണ്ട ഒരേ ഒരു വ്യക്തിയാണ് രമണ മഹർഷി. ശ്രീനാരായണ ഗുരു കാണണം എന്ന് വെച്ചുകൊണ്ട് നേരിട്ട് പോയി കണ്ട ഒരേ ഒരു വ്യക്തി രമണ മഹർഷി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരെയും പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് കണ്ടുമുട്ടിയതാണ്. നെക്സ്റ്റ് 1904 വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ചു. 1904 വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ചു. സെയിം ഇയർ 1904 തന്നെയാണ് ശ്രീനാരായണ ഗുരു സ്ത്രീ സമാജം സ്ഥാപിച്ചു. 1912 ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചു. 1912 ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചത്. ഈ ശാരദാ മഠത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അഷ്ടഭുജാകൃതിയിലുള്ള മഠമാണ് ശാരദാ മഠം. 8 മുഖങ്ങളോട് കൂടിയ മഠം. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നു. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നതിലൂടെ ഗുരു തരുന്ന തത്വം ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര. 1915 ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തുന്നത്. പുലയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിശ്രഭോജനം നടത്തിയത് 1915. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്കൻ സന്ദർശനം നടത്തുന്നത് 1918. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്കയിലേക്ക് പോകുന്നത്. ഈ ശ്രീലങ്കൻ യാത്രയിലാണ് ഗുരു ആദ്യമായിട്ട് കാവ്യവസ്ത്രം ധരിക്കുന്നത്. 1922 ഗുരുവിനെ കാണാൻ ശിവഗിരിയിൽ ടാഗോർ വരുന്നു. ഗുരുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലേക്ക് വരുന്നു. ഇങ്ങനെ ശിവഗിരിയിലേക്ക് വരുന്ന സമയത്ത് ടാഗോറിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിത്വമാണ് C.F. ആൻഡ്രൂസ്.
CF ആൻഡ്രൂസ് ആണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അഥവാ നമ്മൾ അദ്ദേഹത്തെ വിളിക്കും ദീനബന്ധു. ദീനബന്ധു. ശ്രീനാരായണ ഗുരുവിന്റെ ക്ലാസ് അവസാനിച്ചിട്ടില്ല. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.